ഞാൻ തിരുവനന്തപുരം രാത്രിയിലാണ് ട്രെയിനിൽ വന്നിറങ്ങിയത്. രാവിലെ ആയപ്പോഴാണ് ശരിക്കും ട്രിവാൻഡ്രത്തിൻ്റെ മൊഞ്ച് തിരിച്ചറിഞ്ഞത്. തിരുവനന്തപുരം സ്റ്റേഷൻ്റെ പ്രത്യേകത അതിൻ്റെ ഗാംഭീര്യമാണ്. കേരളത്തിൻ്റെ തലസ്ഥാനമാണല്ലോ, അപ്പോൾ അതിൻ്റേതായ ഒരു ഗാംഭീര്യം ആവശ്യമാണ്. റെയിൽവേ സ്റ്റേഷൻ അറിയപ്പെടുന്നത് തിരുവനന്തപുരം സെൻട്രൽ എന്നാണെങ്കിലും ഈ ഏരിയ മൊത്തം തമ്പാനൂർ എന്നാണ് അറിയപ്പെടുന്നത്. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് മുമ്പിലാണ് തമ്പാനൂർ KSRTC ബസ് സ്റ്റാൻഡ് നിലനിൽക്കുന്നത്. രാത്രി 9:30 മണിയോടെയാണ് ഞാൻ ഏറനാട് എക്സ്പ്രസ്സിൽ ട്രിവാൻഡ്രം സെൻട്രലിൽ വന്നിറങ്ങിയത്. രാവിലെ തുടങ്ങിയ യാത്രയാണ്. കാസർഗോഡ് നിന്നും തമ്പാനൂർ ഹോട്ടൽ ജീവനക്കാരിൽ അധികവും ബംഗാളികളാണ്. അന്യദേശത്തുനിന്ന് വന്നവരോട് എന്ന പോലെയാണ് അവർ നമ്മളോട് പെരുമാറുന്നത്. ഒരു രാത്രി തങ്ങാൻ ഡോർമെട്രി സൗകര്യമുണ്ടെന്നറിഞ്ഞാണ് ഇവിടെ വന്നത്. KSRTC ബിൽഡിങ്ങിലെ മുകൾ ഭാഗത്താണ്, ഫസ്റ്റ് ഫ്ലോറിലാണ് ഈ റൂംസൊക്കെ കിട്ടുന്നത്. രാത്രി ആയതുകൊണ്ടായിരിക്കാം വലിയ തിരക്കുകളും ബഹളങ്ങളൊന്നും കാണുന്നില്ല. ഇവിടെ വന്നാൽ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറണം. അവിടെയാണ് ഈ റൂംസൊക്കെ ഉള്ളത്. സാധാരണ ഫാമിലി റൂമുമുണ്ട്, അതുപോലെ ഡോർമെട്രി ഉണ്ട്. ഇവിടുത്തെ പ്രത്യേകത അതാണ്. ഒരു റൂമിൽ 6 പേർക്ക് താമസിക്കാം. നമ്മൾ ട്രെയിനിലൊക്കെ കാണാറില്ല, അതുപോലെ തന്നെ ഒരു റൂമിൽ 6 പേർക്ക് താമസിക്കാം. ഒരു സൈഡ് 3 ആൾക്ക്. ട്രെയിനിലുള്ള പോലെ അതേ സംഭവം. 250 മൊബൈൽ നമ്പർ. എത്ര മണിക്കൂറേക്ക്? 12. ഇപ്പോഴത്തെ നാളെ 9 കിട്ടും. ഇവിടെ അഡ്രസ്. യാത്ര ചെയ്യുമ്പോൾ ആധാർ കാർഡ് കയ്യിൽ വെക്കണം. 4-5 പൊതുവായ ബാത്റൂമുണ്ട്. 32 പേർക്കാണ് ഈ 4-5 ബാത്റൂം. വലിയ കുഴപ്പമൊന്നും കണ്ടില്ല, വലിയ തിരക്കും എനിക്ക് അനുഭവപ്പെട്ടില്ല. ഓരോ ടൈമാണല്ലോ. ഇടുങ്ങിയ റൂമാണ്. ഒരു രാത്രിയൊക്കെ നമുക്ക് ഒപ്പിക്കാൻ പറ്റും. രാത്രിയിൽ ഇവിടുത്തെ പല കടകളും ഓപ്പൺ ആയിരിക്കും. കേരളത്തിലെ മറ്റു ടൗണുകളിൽ പോയാൽ KSRTC ബസ് സ്റ്റാൻഡ് കൂടാതെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് രണ്ടും കാണാവുന്നതാണ്. പക്ഷേ ഇവിടെ തിരുവനന്തപുരത്ത് പ്രൈവറ്റ് ബസ്സുകൾ വളരെ കുറവാണ്. അതിനാൽ വേർതിരിച്ചുള്ള 2 ബസ് സ്റ്റാൻഡ് ഇവിടെ ഇല്ല. കേരളത്തിലെ മറ്റു ബസ് സ്റ്റാൻഡുകളിൽ നിന്നും വ്യത്യസ്തമാണ് ഈ തമ്പാനൂർ ബസ് സ്റ്റാൻഡ്. എയർപോർട്ട് മോഡലിൽ പണിത ഒരു ബിസിനസ് സമുച്ചയം കൂടിയാണിത്. ഇതിൽ മൾട്ടിപ്ലക്സ് തിയേറ്ററുകളുണ്ട്. അതുപോലെ AC വെയിറ്റിംഗ് ഹാളുണ്ട്. റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡും മുഖാമുഖം ചേരുന്ന വേറൊരു ടൗൺ ഉണ്ടോ? ഇല്ലല്ലോ കേരളത്തിൽ. തിരുവനന്തപുരം അങ്ങനെയാണ്. റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് കിടന്നാൽ നേരെ മുമ്പിൽ കിട്ടുന്നത് തന്നെയാണ് ബസ് സ്റ്റാൻഡും. കേരളത്തിനകത്തേക്കും പുറത്തേക്കുമുള്ള എല്ലാ ദീർഘദൂര ബസ്സുകളും ഇവിടെ നിന്നാണ് പുറപ്പെടുന്നത്. സിറ്റി ബസ് കിട്ടണമെങ്കിൽ റെയിൽവേ റോഡിനരികിലുള്ള ബസ് സ്റ്റാൻഡിൽ പോയി നിൽക്കണം. രാത്രിയിൽ ഇവിടെ എത്തി ബസ് സ്റ്റാൻഡിലെ റൂമിൽ താമസിച്ചു. ഇനി 9 മണിയാകുമ്പോൾ കന്യാകുമാരിയിലേക്കുള്ള ട്രെയിനിൽ പോകാം. അങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഇടയിലായി ഒരു പ്രധാനപ്പെട്ട പാതയുണ്ട്. റെയിൽവേ സ്റ്റേഷൻ
റോഡെന്ന് പറയാം. തമ്പാനൂർ റോഡും എന്ന് പറയുന്നുണ്ട്. നല്ല തിരക്കുള്ള റോഡാണിത്. ഇവിടെ കാണാൻ ഒരു പ്രത്യേക ഒരു ഭംഗിയൊക്കെ ഉണ്ട്. 9 മണിക്കാണ് എൻ്റെ ട്രെയിന്. ജാംനഗർ വരെ പോകുന്ന തിരുനെൽവേലി ജാംനഗർ എക്സ്പ്രസ് തിരുവനന്തപുരം സെൻട്രൽ 5ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുന്നതാണ്. കന്യാകുമാരി ട്രെയിനില്ലേ, അത് ഇവിടെ വരും. ഇവിടെ നിന്നും കന്യാകുമാരിക്ക് 3 മണിക്കൂർ ട്രെയിനിലിരിക്കണം. അതിനു മുമ്പുള്ള പ്രധാനപ്പെട്ട ജംഗ്ഷനാണ് നാഗർകോവിൽ. അവിടം വരെ 1.5 മണിക്കൂർ യാത്രയാണ്. കന്യാകുമാരിയിലേക്ക് 3 മണിക്കൂർ യാത്ര. ഇന്ത്യ മുഴുവനും കറങ്ങണം എന്ന ഉദ്ദേശത്തോടെ കാസർഗോഡ് നിന്നും പുറപ്പെട്ടതാണ്. ഇനി പുതിയൊരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കേരളത്തിൻ്റെ ഒരറ്റമായ ട്രിവാൻഡ്രം എത്തിക്കഴിഞ്ഞു. ഇനി ഇവിടുന്ന് തമിഴ്നാട്ടിലേക്കാണ് കിടക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്നും കന്യാകുമാരി, തിരുനെൽവേലി ആ വഴിയായിക്കൊണ്ട് പശ്ചിമഘട്ടത്തിൻ്റെ കിഴക്കൻ താഴ്വാരത്തിലൂടെയുള്ള യാത്രയാണ് എൻ്റെ പദ്ധതി. എല്ലാവരും കൂടെ ഉണ്ടാവണം. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക്, കമൻ്റൊക്കെ വേണം. पुणे से कन्याकुमारी तक जाने वाली पुणे कन्याकुमारी एक्सप्रेस तिरुवनंतपुरम सेंट्रल प्लेटफॉर्म नंबर 1 पर खड़ी है. ഇതാരെ ബാഗ് അവിടെ ഇരിക്കാനാ. കേരളം വിട്ടുകഴിഞ്ഞു. ഇനി തമിഴ്നാട്ടിലെ നാഗർകോവിലിലെ വീഡിയോയുമായി ഞാൻ വരുന്നതാണ്.